ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ 3ാമത്തെ ബ്ലോക്കിലെ 6ാമത്തെ യൂണിറ്റ്, അല്ലെങ്കിൽ ആ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പം പെയ്ഡ് നോട്ട്സ് ഉണ്ട്, ഹിസ്റ്ററി, മലയാളം, സോഷ്യോളജി ഒക്കെ ഫസ്റ്റ് സെക്കൻഡ് സെമ്മുകളുടെ BA ഈ സബ്ജക്റ്റുകളുടെയൊക്കെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്. അപ്പോൾ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോകളിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ വരികയാണെങ്കിൽ എൻ്റെ ഡീറ്റെയിൽസ് തരാം. പെയ്ഡ് നോട്ട്സാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. 3ാമത്തെ ബ്ലോക്കിൽ 6ാമത്തെ യൂണിറ്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മൊണാർക്കീസ് ആൻഡ് റിപ്പബ്ലിക്സ്, അതായത് രാജവാഴ്ചകളും റിപ്പബ്ലിക്കുകളും തമ്മിലുള്ള സംഘർഷങ്ങളാണ്. അതിൽ ഓരോ ഡൈനാസ്റ്റികളെ കുറിച്ച്, ഓരോ രാജവംശങ്ങളെ കുറിച്ചാണ് ഈ യൂണിറ്റിൻ്റെ പ്രത്യേകത. കണ്ടമാനം ഈ യൂണിറ്റിൽ വിശദീകരിച്ച് അങ്ങനെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ ഈ മേഖലയിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരുന്നില്ല. പക്ഷേ അതിലുണ്ട് എന്നുള്ള സ്ഥിതിക്ക് എനിക്കത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. പഠിക്കേണ്ട മേഖലകൾ ബിംബിസാരൻ, അദ്ദേഹത്തിൻ്റെ ഭരണം, അജാതശത്രുവിന് കുറച്ച് കാര്യങ്ങൾ മാത്രം. ബിംബിസാരൻ തന്നെ മെയിൻ കേട്ടോ. പിന്നെ നന്ദരാജവംശം, അത് രണ്ടാണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. പക്ഷേ ഇതിൽ ഒരുപാട് ഡൈനാസ്റ്റികൾ, അതിൻ്റെ ഓരോരോ വിവരണങ്ങൾ, അജാതശത്രുവിൻ്റെ തന്നെ പല രാജ്യങ്ങളുമായുള്ള യുദ്ധം, അതിൻ്റെ കാരണങ്ങൾ, നെക്ലേസ് വാങ്ങിയതും തിരിച്ചു കൊടുക്കുന്നത്, അതൊന്നും നമ്മളെ ബാധിക്കുന്നത്, നമുക്ക് അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയും കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അപ്പോൾ ബാക്കി പഠിച്ചാൽ മതി കേട്ടോ. അത് നോക്കുക. നമുക്ക് ഫസ്റ്റ് വരുന്നത് ബൃഹദ്രഥ രാജവംശമാണ്. ബൃഹദ്രഥ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ രാജവംശം. മഹാഭാരതവും പുരാണങ്ങളും അനുസരിച്ച് മഗധയിലെ ആദ്യകാല രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ജരാസന്ധത്തിൻ്റെ പിതാവും വാസുവിൻ്റെ മകനുമായ ബൃഹദ്രഥനാണ്. രാമായണം അനുസരിച്ച് വാസു തന്നെയാണ് ഗിരിപ്രജ അഥവാ വസുമതിയുടെ സ്ഥാപകൻ, വസുമതി രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഈ രാജവംശത്തിലെ രാജാക്കന്മാരുടെ പട്ടിക നമുക്ക് പുരാണങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഭാവി ബൃഹദ്രഥന്മാരുടെ എണ്ണം 16 എന്ന് പറയുന്നവരുണ്ട്, 22 എന്ന അഭിപ്രായമുണ്ട്, 32 അങ്ങനെ നൽകിയിട്ടുണ്ട്. അതിൽ ഏതാണ് കൃത്യമെന്ന് കണക്കാക്കാൻ കഴിയാത്ത വിധം ഇങ്ങനെയുള്ള കുറച്ച് കണക്കുകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് അത്ര സീരിയസ് ആയിട്ട് പോകണ്ടല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ടെസ്റ്റിലുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങൾ ടീച്ചർ അവിടെയൊക്കെ വിട്ടുപോയോ എന്ന് ചോദിക്കുന്നതിന് ഞാൻ പറയാമെന്ന് മാത്രം. ഈ 1000 വർഷങ്ങളായി നിശ്ചയിച്ചിട്ടുണ്ട് ആരുടെ ഭരണവർഷം? ഈ ബൃഹദ്രഥന്മാരുടെ. ഏത് മുതൽ? 723 വർഷം മുതൽ 1000 വർഷം വരെ അവർ ഭരിച്ചിരിക്കാമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പുരാണങ്ങളിൽ നൽകിയിരിക്കുന്ന രാജാക്കന്മാരുടെ കാലഗണനയും അവരുടെ പിന്തുടർച്ചയുടെ ക്രമവും ശരിയായിരിക്കണമെന്ന് നമുക്കൊരു ഉറപ്പും പറയാൻ കഴിയില്ല. എങ്കിലും ഈ പുലികയോ അല്ലെങ്കിൽ പുലികയോ ഒക്കെ തൻ്റെ പുത്രനായ പ്രദ്യോധനെ അവന്തിയുടെയോ ഉജ്ജയിനിയുടെയോ ഒക്കെ സിംഹാസനത്തിലിരുത്തിയപ്പോൾ ബൃഹദ്രഥന്മാർ അന്തരിച്ചതായിട്ട് പ്രസ്താവിക്കപ്പെടും. അതായത് പുതിയ ഭരണാധികാരികൾ വന്നപ്പോൾ ഈ ബൃഹദ്രഥ വിഭാഗത്തിലെ ആളുകളുടെ ഭരണം അവസാനിച്ചു എന്ന് അങ്ങനെയാണ് കണക്കാക്കുകയാണ്. അതായത് അതിനും എപ്പോൾ അവസാനിച്ചു എന്നതിനും കൃത്യമായൊരു തെളിവില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പ്രത്യോദയ ബുദ്ധൻ്റെ സമകാലികനായിരുന്നതുകൊണ്ട് 6ാം നൂറ്റാണ്ടിലെ ബൃഹദ്രഥ രാജവംശം അവസാനിച്ചു എന്നാണ് പൊതുവേ ഉള്ളൊരു അനുമാനം. മുൻപോട്ട് ചോദിക്കുകയാണെങ്കിൽ 6ാം നൂറ്റാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി അതിനിടയിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ബൃഹദ്രഥ രാജവംശത്തിന് ശേഷം മഗധ ഭരിച്ച രാജവംശത്തെ ചൊല്ലിയൊരു വിവാദമുണ്ട്. എന്താണത്? പുരാണങ്ങളനുസരിച്ച് ശിശുനാഗ രാജാവ്, അതായത് ശിശുനാഗ രാജവംശം സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് കാകവർണ്ണൻ, ക്ഷേമധർമ്മൻ, ക്ഷേമജിത്ത് അഥവാ ശത്രൗജസ്, ബിംബിസാരൻ, അജാതശത്രു അഥവാ ശത്രൗജസ്, ദർശകൻ, ഉദയൻ അല്ലെങ്കിൽ ഉദാസീനൻ തുടങ്ങിയ ഭരണാധികാരികൾ. മത്സ്യപുരാണം അനുസരിച്ച് ശിശുനാഗ രാജവംശം 360 വർഷം ഭരിച്ചിട്ടുണ്ട്. ശിശുനാഗങ്ങളുടെ കാലഗണന പുരാണങ്ങളിൽ നൽകിയിരിക്കുന്നത് ശരിയാണെന്നാണ് BS സ്മിത്ത് പറയുന്നത്. അറിയില്ല, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മാത്രമേ നമുക്കൊരു ഉറച്ചു തീരുമാനമൊന്നും അവരുടെ അന്ത്യത്തെക്കുറിച്ചോ ആദ്യത്തെക്കുറിച്ചോ ഒന്നും പറയാൻ കഴിയില്ല ഈ രാജവംശങ്ങളിലെ. ഈ വീക്ഷണത്തെ വിമർശിക്കുന്നവർ പറയുന്നത് പുരാണങ്ങളെക്കാൾ മുമ്പുള്ള അശ്വഘോഷം എന്ന കൃതി അനുസരിച്ച് ബിംബിസാരൻ ഹിരിയങ്കയുടെ രാജവംശത്തിൽപ്പെട്ട ഹരിയങ്ക രണ്ടായാലും ശരിയാണ് കേട്ടോ, രാജവംശത്തിൽ പിൻഗാമിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പോരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ബൃഹദ്രഥ രാജവംശമാണ് തുടക്കത്തിൽ, അത് ഒന്ന് പറയണം, അതാണ് അടുത്ത മെയിൻ. അപ്പോൾ അതിലാരൊക്കെയാണ് പ്രധാനികൾ, എത്ര കാലഘട്ടം വരെ അത് നിലനിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പോവുകയാണ് അതിലെ തന്നെ
പ്രധാനിയായിട്ടുള്ള ഭരണാധികാരിയായ ബിംബിസാരനിലേക്ക്. പക്ഷെ ബിംബിസാരൻ ഒരിക്കലും ഈ ഭദ്രത രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നില്ല എന്നാണ് പറയുന്നത്. പകരം അദ്ദേഹം ഹരിയങ്ക രാജവംശത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നെ നമ്മൾ ആരെക്കുറിച്ച് പഠിക്കുന്നു? ഹരിയങ്ക ഡൈനാസ്റ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഹരിയങ്ക രാജവംശത്തെക്കുറിച്ച് പഠിക്കുകയാണ്. ഹരിയങ്ക രാജവംശത്തിൻ്റെ ഉത്ഭവം സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവുമില്ല, ഒരു രീതിയില്ല അതിന്. ബിംബിസാരൻ ഈ രാജവംശത്തിലെ സ്ഥാപകനുമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് 80ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 15 വയസ്സാണ്. അപ്പോൾ ബിംബിസാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? 15 വയസ്സുണ്ടായിരുന്നപ്പോൾ പുരാണങ്ങൾ അനുസരിച്ച് ബിംബിസാരൻ്റെ പിതാവ് ഇദ്ദേഹത്തിന് ഭരണം കൊടുത്തു എന്നും 15ാമത്തെ വയസ്സിൽ ഭരിക്കാൻ കഴിയാത്ത കാരണം അങ്ങനെ തുടർന്നു. പിന്നെ കുറച്ച് നാൾ അദ്ദേഹം പ്രാപ്തനായപ്പം ഭരണത്തിലേറി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇനി ബിംബിസാരനെ കുറിച്ചാണ്. അതാണ് നമുക്കിതിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം. ബാക്കി ഇതൊക്കെ ചിലപ്പോൾ വൺ വേർഡുകൾ വരിക എന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടെ നിന്നില്ല, പഠിക്കാൻ വരുന്നില്ല, എക്സാമിന് വരുന്നില്ല, പഠിക്കേണ്ട എന്നല്ല, ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇനി ബിംബിസാരനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ഹരിയങ്ക രാജവംശത്തിലെ ഭരണാധികാരിയാണ്. ആര്? ബിംബിസാരൻ വളരെ ആഗ്രഹങ്ങളുള്ളൊരു വ്യക്തിയായിരുന്നു, ഒരു രാജാവായിരുന്നു. അദ്ദേഹം വിവാഹ ബന്ധങ്ങളിലൂടെയും ആക്രമിച്ചു കൂട്ടിച്ചേർക്കുന്നതിലൂടെയും തൻ്റെ സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ രാജ്ഞികളിൽ ഒരാൾ കോസല രാജ്യത്തെ ഭരണാധികാരിയായിരുന്ന പ്രസേനജിത്തിൻ്റെ സഹോദരിയാണ്. അങ്ങനെ അതിലൂടെ എന്തായി? അദ്ദേഹം ഈ പ്രസേനജിത്തിൻ്റെ സഹോദരിയെ കുളിക്കും സുഗന്ധദ്രവ്യത്തിനൊക്കെ പണത്തിനുമൊക്കെ ഒരുപാട് ആർത്തി കാണിക്കുന്ന, അല്ല അതിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു വനിതയായിരുന്നു. 1,00,000 രൂപ വരുമാനം നൽകുന്ന കാശിയിലെ ഒരു ഗ്രാമം അവൾക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് അവരുടെ പിതാവ്. അപ്പോൾ ആ പ്രദേശം ആർക്ക് കിട്ടാണ്? ബിംബിസാരന് കിട്ടാണ്. മറ്റൊരു ഭാര്യ വൈശാലിയിലെ ഭരണാധികാരിയായ ചേതകൻ്റെ 7 സഹോദരിമാരിൽ ഇളയവളാണ്. ചല്ലന എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ആ രാജവംശത്തെ രാജ്ഞിക്കൊണ്ട ഒരു ഏരിയ ഉണ്ടാവില്ല ഭൂമിയിൽ, അതും അപ്പോൾ ആർക്ക് കിട്ടും? ബിംബിസാരന് കിട്ടും. അതാണ് വിവാഹ ബന്ധങ്ങളിലൂടെ എന്ന് പറയുന്നത്. ടിബറ്റൻ എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ ബിംബിസാരന് വാസവി എന്ന മറ്റൊരു ഭാര്യയും കൂടിയുണ്ട്. ഈ വൈവാഹിക സഖ്യങ്ങൾ ബിംബിസാരനെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒക്കെ തൻ്റെ സ്വാധീനം വ്യാപിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ധാരാളം പുത്രന്മാർ ബിംബിസാരനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. ജൈന എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ കനിക, അജാതശത്രു, ഹല്ല, വേഹല്ല, അഭയ അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മക്കളുടെ പേരുകൾ വരുന്നത് കേട്ടോ. നമ്മളോട് ചോദിക്കൊന്നുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങളാണ്. കീഴടക്കൽ പറഞ്ഞാൽ വിവാഹ ബന്ധങ്ങളിലൂടെയും കീഴടക്കലിലൂടെയുമാണ് സാമ്രാജ്യത്തെ വിസ്തൃതമാക്കിയത്. കോൺക്വസ്റ്റ് ഓഫ് അങ്ക കീഴടക്കിയത് എങ്ങനെയാണ്? ഭദ്രതനെ പരാജയപ്പെടുത്തിയിട്ട് ബിംബിസാരന് അംഗരാജ്യം കീഴടക്കാൻ തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കാൻ ഒരു ശ്രമം നടത്തി. അതിൽ അദ്ദേഹം വിജയിക്കുകയും അംഗരാജ്യത്തെ തൻ്റെ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ദിഗനികായം, മഹാഭാഗ തുടങ്ങിയ കൃതികൾ അംഗ കീഴടക്കിയതിൻ്റെ തെളിവുകൾ നൽകുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. ജൈന എഴുത്തുകാരനായ ഹേമചന്ദ്രയുടെ അഭിപ്രായത്തിൽ ചമ്പ ആസ്ഥാനമാക്കിയ കിരീടാവകാശിയ ഒരു പ്രത്യേക പ്രവിശ്യയായി ഭരിച്ചിരുന്ന പ്രദേശമാണ് ഏത്? അങ്ക. അപ്പോൾ അങ്ക കീഴടക്കിയതായിരിക്കണം ബിംബിസാരനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭൗതിക സമൃദ്ധി വർദ്ധിപ്പിക്കാൻ ഇടവരുത്തിയത് എന്നൊരു ചിന്താഗതി കൂടിയുണ്ട്. ബുദ്ധമത ലോകത്തിലെ അല്ലെങ്കിൽ ബുദ്ധമത കാലത്തെ 6 നഗരങ്ങളിലൊന്നായിരുന്നു ചമ്പ എന്നും പ്രസ്താവിക്കപ്പെടുന്നുണ്ട്. ബിംബിസാരൻ്റെ പ്രദേശം 80,000 ഗ്രാമങ്ങളും 300 സഖ്യങ്ങളും ഉൾക്കൊള്ളുന്ന വിസ്തൃതമായ ഒരു സാമ്രാജ്യമായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഭരണം ചോദിക്കട്ടോ, 5 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ബിംബിസാരന് കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. അതൊരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഏറെ സഹായകവും ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് മേൽ കർശനമായ നിയന്ത്രണമാണ് പ്രയോഗിച്ചിരുന്നത്. കാര്യക്ഷമതയുള്ളവർക്ക് നല്ല പ്രതിഫലം കൊടുക്കുകയും കാര്യക്ഷമതയില്ലാത്തവരെ അദ്ദേഹം പിരിച്ചുവിടുകയും ചെയ്യും ജോലിയിൽ നിശ്ചയിച്ചതിന് ശേഷം. അങ്ങനെ വരുമ്പോൾ കാര്യക്ഷമതയുള്ളവർക്ക് ആളുകൾ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. രാജഭട്ടകളെ അഥവാ ബിംബിസാരൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരെ 4 വിഭാഗങ്ങളാക്കി തിരിച്ചിരുന്നു. ഒന്നാമത്തത് സമ്പാദക അഥവാ പൊതുകാര്യങ്ങളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ. രണ്ടാമത്തത് സേനാനായക് മഹാമാത്തന്മാർ. മഹാമാത്തന്മാർ എന്നാൽ മന്ത്രി എന്നാണ് അർത്ഥം. സേനാനായക് മഹാമാത്തന്മാർ എന്ന് പറഞ്ഞാൽ ജനറലാണ്. മൂന്നാമത്തൊന്ന് വ്യവഹാരിക മഹാമാത്തന്മാർ എന്ന് പറഞ്ഞാൽ
ജഡ്ജി അല്ലെങ്കിൽ ന്യായാധിപന്മാർ, പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് നികുതി ഈടാക്കുന്ന മഹാമാത്തന്മാർ എന്നിങ്ങനെയുള്ള 4 വിഭാഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥരിൽ ഉൾപ്പെട്ടിരുന്നത്. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ കൊടുത്തിരുന്നു. കുറ്റവാളികളെ ജയിലിലടക്കാനും ചമ്മട്ടി കൊണ്ട് മുദ്ര കുത്താനും അതുപോലെ തന്നെ തല വെട്ടാനും പിന്നെ വാരിയെല്ല് ഒടിക്കാനും ഒക്കെ, നാവ് മുറിക്കാനും ഒക്കെയുള്ള അനുമതി, അതിനൊക്കെയുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിക്ഷാ നടപടികളിൽ എന്നാണ് പറയപ്പെടുന്നത്. ആരുടെ? ബിംബിസാരൻ്റെ. ഇനി റിലീജിയൻ ഓഫ് ബിംബിസാരൻ. ബിംബിസാരൻ്റെ മതത്തെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ചാണ്. ബിംബിസാരൻ്റെ മതത്തെ സംബന്ധിച്ചും ഒരു ഏകാഭിപ്രായമില്ല. ജൈന ബുദ്ധ മതവിത്തുകാർ വ്യത്യസ്ത വിവരങ്ങളാണ് ഇതിനെക്കുറിച്ച് നൽകുന്നത്. ഇപ്പോൾ ഉത്തരാധ്യാന സൂത്ര എന്ന് പറയുന്ന സൂത്രത്തിൽ പറയുന്നത് ബിംബിസാരൻ മാണ്ഡി കശി ചൈതന്യയിൽ മഹാവീരനെ പോയി സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരും വേലക്കാരും ബന്ധുക്കളും എന്നിവരോടൊപ്പമാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. അവിടെ അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു. അവിടെ വെച്ച് ജൈനമതത്തിൽ തത്വങ്ങൾ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു എന്നൊരു അഭിപ്രായം അവർ പറയുന്നുണ്ട്, ജൈനമതക്കാർ പറയുന്നുണ്ട്. ഹേമചന്ദ്രയുടെ അഭിപ്രായത്തിൽ രാജ്യത്തെ തണുപ്പ് ബാധിച്ചപ്പോൾ രാജാവ് ദേവി ചലനയോടൊപ്പം മഹാവീരനെ ആരാധിക്കാൻ പോയി എന്നൊരു അഭിപ്രായമുണ്ട്. കൂടാതെ ബുദ്ധമത സ്ഥാപിച്ച ബുദ്ധനുമായിട്ടുള്ള ബിംബിസാരൻ്റെ 2 കൂടിക്കാഴ്ചകളെ ബുദ്ധമത എഴുത്തുകാർ പരാമർശിക്കുന്നുണ്ട്. ആദ്യം കാണുന്നത് ഗൗതമൻ, അതായത് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിലാണ് ആദ്യത്തെ കൂടിക്കാഴ്ച. രണ്ടാമത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും ചെയ്തിട്ട്. അപ്പോൾ ബുദ്ധമതം അനുസരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധമതം സ്വീകരിച്ചൊരു വ്യക്തിയാണ് ബിംബിസാരൻ എന്നാണ് ബുദ്ധമതക്കാർ പറയുന്നത്. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ അവർ പറയുന്നത് എന്താണ്? ബ്രാഹ്മണ മതത്തിൻ്റെ അനുയായികൾ കാണുന്നത് ബിംബിസാരനൊരു ബ്രാഹ്മണ മത അനുയായിയായിരുന്നു എന്നാണ്. പല അഭിപ്രായങ്ങൾ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ അഭിപ്രായങ്ങളായിട്ട് തന്നെ പറയാനും കഴിയുള്ളൂ. ഇനി ഡെത്ത്, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്. ബിംബിസാരൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ജൈനമതക്കാരുടെ അവശ്യസൂത്ര പ്രകാരം ബിംബിസാരൻ തൻ്റെ മറ്റു പുത്രന്മാരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അജാതശത്രുവിനെ തൻ്റെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടാലല്ലേ അടുത്ത ഭരണാധികാരിയാവുക. അപ്പോൾ അതിന് വരെയും കാത്തു നിൽക്കാതെ അജാതശത്രു എന്ത് ചെയ്തിട്ടുണ്ട്? പിതാവിനെ തടവിലാക്കുകയും അതിനെ തുടർന്ന് ബിംബിസാരൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ വിനയപിടക ബുദ്ധമതത്തിൻ്റെ ഗ്രന്ഥങ്ങളാട്ടോ. ത്രിപിടക എന്ന് പറയുന്ന 3 പിടകകൾ. പിടക എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ ശേഖരിക്കുന്ന കൊട്ടാന്നേ അർത്ഥമുള്ളൂ. അങ്ങനെ ഒരു പേരുണ്ട്. അതിലൊന്നാണ് വിനയപിടക. അത് പ്രകാരം ബുദ്ധൻ്റെ ബന്ധുവായ ദേവദത്തൻ അജാതശത്രുവിനെ തൻ്റെ പിതാവിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മുഖർജിയുടെ അഭിപ്രായത്തിൽ BC 603 മുതൽ 551 വരെ ബിംബിസാരൻ എന്ത് ചെയ്തിട്ടുണ്ട്? മഗധ ഭരിച്ചിട്ടുണ്ട്. VS സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ ബിംബിസാരൻ 582 BC മുതൽ 544 BC വരെയാണ് മരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കാലഗണനെ കുറിച്ച് പോലും വ്യക്തമായൊരു അഭിപ്രായം ചരിത്രകാരന്മാർക്കിടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃതികളിലോ കാണപ്പെടുന്നില്ല. ഇനി ശ്രേഷ്ഠനായ അടുത്ത ഭരണാധികാരി അജാതശത്രു, അദ്ദേഹത്തിൻ്റെ മകൻ. ബിംബിസാരൻ്റെ. BC 551 മുതൽ 519 വരെയാണ് അജാതശത്രുവിൻ്റെ ഭരണകാലഘട്ടമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഹരിയങ്ക രാജവംശം അതിൻ്റെ പുരോഗതിയുടെ അത്യുന്നതിയിൽ ഉച്ചകോടിയിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. കീഴക്കിലൂടെയാണ് അജാതശത്രു തൻ്റെ രാജവംശത്തിൻ്റെ അന്തസ്സും ശക്തിയും വർദ്ധിപ്പിച്ചത്. വിവാഹബന്ധത്തിലൂടെ അല്ല. എന്നാൽ ഇല്ലാതില്ല, അതുണ്ട്. കോശലവും മഗധയും തമ്മിലൊരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ നിരവധി ഉയർച്ച താഴ്ച, അതായത് ജയപരാജയങ്ങളുണ്ടായി. ഒരവസരത്തിൽ കോശല രാജാവ് പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ തലസ്ഥാനത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. മറ്റൊരവസരത്തിൽ അജാതശത്രു പരാജയപ്പെടുകയും പിടിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും കോശല രാജാവ് അദ്ദേഹത്തിൻ്റെ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുത്തു? അജാതശത്രുവിന് വിവാഹം ചെയ്തു കൊടുത്തു. കാശി ഗ്രാമം അവൾക്ക് വിവാഹ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ആ ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടെങ്കിലും കാശി ആർക്ക് കിട്ടാണ്? അജാതശത്രുവിന് ലഭിക്കുക. അങ്ങനെ ആ പ്രദേശം പിന്നീട് ഈ രാജ്യവുമായിട്ടൊരു യുദ്ധമുണ്ടായിട്ട് ഈ കോശല രാജ്യവുമായിട്ട് വേറൊരു രാജാവ് യുദ്ധം ഉണ്ടാക്കി വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ കഥയിൽ പറയാനാണ് കേട്ടോ. അജാതശത്രുവിനെ തേടി പോകുന്നു. വൈശാലിയിലെ കോശലത്തെ രാജാവ് അജാതശത്രുവിനെ തേടി പോകുമ്പോൾ മഗധയുടെ തലസ്ഥാന നഗരിയുടെ പ്രവേശന കവാടത്തിലെത്തുന്നിടത്ത് വെച്ച് ആ രാജാവ് മരണപ്പെടുന്നു എന്നൊക്കെ കഥ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അജാതശത്രുവിന് വൈശാലിക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം വിജയിച്ചു. കൂടാതെ അദ്ദേഹത്തിന് ലിച്ചാവി രാജവംശവുമായിട്ട്
പിന്നെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലും ആര് വിജയിച്ചു? അജാതശത്രു വിജയിച്ചിട്ടുണ്ട്. അവന്തിയുമായിട്ട് അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ടി വന്നു. പക്ഷേ അവന്തിയുമായുള്ള യുദ്ധത്തിൽ ആര് പരാജയപ്പെടുകയാണ് ഉണ്ടായത്? അജാതശത്രു പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനി അദ്ദേഹത്തിൻ്റെ മതത്തെക്കുറിച്ചും പറയുന്നത് എന്താണ്? ജൈന എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ അജാതശത്രു ജൈനമത വിശ്വാസിയാണ്. ബുദ്ധമതക്കാരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം ബുദ്ധമത വിശ്വാസിയുമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തെക്കുറിച്ച് പറയുന്നത്. ഇനി അടുത്തൊരു ഭരണാധികാരിയാണ് ദർശക. പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് അജാതശത്രുവിൻ്റെ പിൻഗാമിയായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത് ദർശകനെയാണ്. അദ്ദേഹം 25 വർഷം ഭരണം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ ഉദയഭദ്രയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരേണ്ടതെന്നും എന്നാൽ ദർശകൻ നേരത്തെ തന്നെ പിൻഗാമിയായി വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് എന്തായാലും ബിംബിസാരൻ്റെ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിട്ടാണ് DR ഭണ്ഡാർക്കർ ആരെ കണക്കാക്കുന്നത്? ദർശകനെ കണക്കാക്കുന്നത്. ഇനി ഉദയഭദ്രനെ കുറിച്ച് മഹാവംശയിൽ പറയുന്ന അനുസരിച്ച് ഉദയഭദ്രൻ 16 വർഷം ഭരണം നടത്തിയിട്ടുണ്ട്. കഥാകോശത്തിൽ പറയുന്നതനുസരിച്ച് ഉദയഭദ്രൻ അജാതശത്രുവിന് പത്മാവതിയിലുണ്ടായ മകനാണ്. അപ്പോൾ ഹോമചന്ദ്രയിലെ പരിശിഷ്ടോപരവൻ എന്ന് പറയുന്ന ഭാഗത്തിൽ പറയുന്ന അനുസരിച്ച് ഗംഗാനദിയുടെ തീരത്ത് പാടലിപുത്ര എന്നൊരു പുതിയ തലസ്ഥാനം രൂപീകരിക്കുകയും ഈ തലസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗത്ത് അദ്ദേഹം ഒരു ജൈന ദേവാലയം നിർമ്മിച്ച് അവന്തിയിലെ ഭരണം നടത്തി പോരുന്നതിനിടയിൽ അവന്തിയിലെ രാജാവ് അദ്ദേഹത്തെ വധിച്ചു എന്നൊക്കെയാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇനി അടുത്ത രാജവംശമാണ് ശിശുനാഗ രാജവംശം. ശിശുനാഗന്മാർ എന്ന് പറയും. ശിശുനാഗന്മാർ ഒരു അമാത്യന്മാരാണ് എന്നാണ്. ബനാറസിലെ ഗവർണറായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ശിശുനാഗനെന്നും സിലോണിൽ നിന്ന് കിട്ടിയ ലിഖിതങ്ങളിൽ കാണുന്നുണ്ട്. മഗധൻ ഭരണാധികാരികളിൽ ഭൂരിഭാഗം ഭരണാധികാരികളെയും അദ്ദേഹം കലാപം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ജനങ്ങൾ മഗധയുടെ സിംഹാസനത്തിൽ ഇരുത്തുകയാണ് ചെയ്തത്. വൈശാലിയിൽ അദ്ദേഹത്തിന് 2ാമത്തെ രാജകീയ വസതി ഉണ്ടായിരുന്നു. ആർക്ക്? ശിശുനാഗന്. അത് അത്യധികമായിട്ട് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അദ്ദേഹം അവന്തിയിലെ പ്രത്യോദയ രാജവംശത്തിൻ്റെ പ്രശസ്തി തകർത്തു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അജാതശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയാത്ത വിഭാഗമല്ല അവന്തി. അവരെ ആര് പരാജയപ്പെടുത്തി? ശിശുനാഗൻ പരാജയപ്പെടുത്തിയിട്ട്. ഇനി കാലശോകനെ കുറിച്ചാണ്. ശിശുനാഗൻ്റെ പിൻഗാമിയായിരുന്നു ആര്? കാലശോകൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് വൈശാലിയിൽ 2ാം ബുദ്ധമത സമ്മേളനം നടന്നു. കാലശോകന് ശേഷം അദ്ദേഹത്തിൻ്റെ 10 മക്കൾ ക്രമപ്രകാരം ഭരണം നടത്തി എന്നാണ് പറയപ്പെട്ടത്. ഒരു രാജവംശത്തിൻ്റെ തുടർച്ച അങ്ങനെ കാണിക്കാനായിട്ട് അതൊന്നും നിങ്ങൾ സമയം കളയേണ്ട, കൂടുതൽ സമയം കളയേണ്ട. ഇനി നന്ദരാജവംശം. ഇനി അതിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ. ശിശുനാഗ വംശത്തിൻ്റെ പിൻഗാമികളായിരുന്നു നന്ദന്മാരുടെ അടിത്തറയോടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു യുഗം ആരംഭിച്ചു എന്ന് പറയുന്നത്. ഗംഗാതടത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തുള്ള ഒരു സാമ്രാജ്യമായിരുന്നു നന്ദന്മാരുടെ രാജവംശം. 100 വർഷം ഭരിച്ച 9 നന്ദന്മാരെ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മഹാപത്മനന്ദനാണ് അടുത്തത് കേട്ടോ. മഹാപത്മനന്ദയെ എല്ലാ ക്ഷത്രിയന്മാരെയും നശിപ്പിക്കുന്നവൻ, അതായത് ക്ഷത്രിയാന്തകൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, പുരാണങ്ങളിൽ പരാമർശിക്കുന്നത്. അദ്ദേഹത്തെ ഭൂമിയെ മുഴുവൻ തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന ഏക പരമാധികാരി അല്ലെങ്കിൽ ഏകഛത്ര എന്നും വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. കാർത്തിയൻ്റെ അഭിപ്രായത്തിൽ ആര്യനന്ദരാജാവിൻ്റെ കീഴിൽ 20,000 കുതിരപ്പടകളും 2,00,000 കാലാൾപ്പടയും 2,000 രഥങ്ങളും 3,000-ലധികം ആനകളും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മത്സ്യപുരാണത്തിൽ പറയുന്നത് മഹാപത്മനാഭൻ 88 വർഷം ഭരണം നടത്തിയെന്നുണ്ടാവുമോ എന്നറിയില്ലാത്തവരൊക്കെ ഭരിക്കണമെങ്കിൽ എത്ര കാലം ജീവിച്ചിരിക്കണം, അത്രയും പ്രായമാകുമ്പോൾ ഒക്കെ ഒരാൾക്ക് ഭരണ പ്രാപ്തിയൊക്കെ ഉണ്ട്. പക്ഷെ പറയപ്പെടുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്തത് ധനനന്ദനാണ്. ഇതിലെ പ്രഗത്ഭനായ മറ്റൊരു മഹാബോധിവംശം എന്ന ഗ്രന്ഥമനുസരിച്ച് ധനനന്ദൻ നന്ദവംശത്തിൻ്റെ അവസാനത്തെ രാജാവാണ്. ഗംഗാനദിയിലെ ഒരു പാറയിൽ അദ്ദേഹം 80 കോടി വരെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. അവസാനത്തെ നന്ദരാജാവിൻ്റെ സൈനിക ശക്തിയെക്കുറിച്ചും ജനപ്രീതിയെക്കുറിച്ചൊക്കെ അലക്സാണ്ടർക്ക് വരെ ലഭിച്ചതായിട്ടും പ്രസ്താവന കിട്ടിയിട്ടുണ്ട്. എന്നാൽ നന്ദരാജാവിന് അദ്ദേഹത്തിൻ്റെ ധനമോഹം കാരണം ജനപ്രീതി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആർക്ക്? ധനനന്ദന്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓഫ് നന്ദന്മാരുടെ ഭരണരീതിയെക്കുറിച്ച്. നന്ദന്മാരുടെ ഭരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. മഹാമാത്രന്മാർ, രാജുകമൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, രാഷ്ട്രീയകൾ, പ്രാദേശികകൾ എന്നിങ്ങനെ വിവിധ ഉദ്യോഗസ്ഥ വിഭാഗങ്ങൾ ഇവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അവരുടെ അതിർത്തി വളരെ വിശാലമാണ്.
പക്ഷേ അതെല്ലാം വേണ്ട പോലെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല, അതിലെ ലാസ്റ്റ് വരുന്ന ഭരണാധികാരികളെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് പല പ്രദേശങ്ങളും എന്ത് ചെയ്തു, സ്വയംഭരണം ആസ്വദിച്ചു. നന്ദന്മാർ ജൈനമത വിശ്വാസികളായിരുന്നു എന്നും അവർ ജൈനമത വിശ്വാസികളെ മാത്രം മന്ത്രിമാരാക്കി എന്നൊക്കെ പറയപ്പെടുന്നു. അതുകൊണ്ട് ഇവരുടെ ഭരണത്തിന് കീഴിൽ എന്തില്ല, മതസഹിഷ്ണുത ഉണ്ടായിരുന്നില്ല എന്ന് ജയൽമേഹ് വാദിക്കുന്നുണ്ട്. അത് ബ്രാഹ്മണരുടെ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തുകയും അവരെ അധാർമിക അല്ലെങ്കിൽ മതത്തെ ബഹുമാനിക്കാത്തവർ എന്ന് വിളിക്കുന്നതിനിട വരുത്തുകയും ചെയ്തു എന്നും പറയുന്നുണ്ട്. അതുപോലെ കർക്കശമായ സാമൂഹിക വിഭജനങ്ങളുടെ അഭാവവും അതുപോലെ താഴ്ന്ന ജാതിക്കാർക്ക് സ്വയം ശാക്തീകരിക്കാനുള്ള അവസരങ്ങളൊക്കെ ലഭ്യതയുമാണ് ഇവരുടെ ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സവിശേഷത. ഇനി വാർ വിത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനുമായുള്ള യുദ്ധം ആരുടെ? നന്ദന്മാരുടെ. മൗര്യന്മാർ നന്ദന്മാരെ അട്ടിമറിച്ച ഒരു രാജവംശ വിപ്ലവത്തെ പുരാണങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ വിശദമായ വിവരണം മുദ്രാരാക്ഷസത്തിൽ നൽകിയിട്ടുണ്ട്. ഈ മിലിന്ദ പൻഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതനുസരിച്ച് നന്ദരാജ കുടുംബത്തിൻ്റെ സേവനത്തിൽ ബദ്ധശാല എന്ന സൈനികനുണ്ടായിരുന്നു. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യനെതിരെ യുദ്ധം ചെയ്തു. ഇത് നന്ദന്മാരും മൗര്യന്മാരും തമ്മിലുള്ള രക്തരൂക്ഷിതമായ പോരാട്ടത്തിന് ഇടവരുത്തുകയും അതിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. പുരാണങ്ങൾ നന്ദന്മാരെ മതരഹിതർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവർക്ക് ജൈനമതത്തോട് ചായ്വുണ്ടായിരുന്നതായിട്ടും കാണുന്നുണ്ട്. പറഞ്ഞല്ലോ, അവരുടെ മന്ത്രിമാരൊക്കെ അങ്ങനെ നിയമിച്ചിരുന്നതെന്ന് പറഞ്ഞു. നന്ദന്മാർക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നതായിട്ടും പറയപ്പെടുന്നു. അത് നമ്മൾ പറഞ്ഞു ധനനന്ദൻ്റെ കാലത്ത്. നന്ദന്മാരുടെ കൈവശം 990 മില്യൺ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് കഥാസരിത് സാഗറിൽ പറയുന്നുണ്ട്. ക്ലാസിക്കൽ എഴുത്തുകാരുടെ വിവരങ്ങളിലും ഇതിന് സമാനമായ പരാമർശങ്ങൾ കാണാൻ കഴിയുന്നു. ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. പുസ്തകത്തിൻ്റെ പകുതിയായി, അതായത് 3 ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞു. ഇനി 3 ബ്ലോക്കുകൾ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് മുഴുവനാക്കാം. ഓക്കെ, താങ്ക്സ്.